3 സെൻറ്റ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റ് വരുന്ന നല്ലൊരു വീട് വരുന്നത് കുഴുവേലിപ്പടിയിലാണ്. ബസ് റൂട്ടിൽ നിന്നും വെറും ഒരു 400 മീറ്റർ മാത്രമാണ് വീട്ടിലുള്ള ദൂരം. ഇൻഫോ പാർക്കിലേക്ക് ഏകദേശം 6 കിലോമീറ്ററാണ് ദൂരം. അതുപോലെ തന്നെ വിദ്യോദയ സ്കൂൾ അടുത്ത് തന്നെയാണ് വരുന്നത്. നമ്മുടെ ഈ വീടിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. നമുക്ക് ആ വീടുണ്ട്. ഏകദേശം 20ഓളം വില്ലകൾ വരുന്ന ഒരു കമ്മ്യൂണിറ്റിയിലാണ് ഈ വില്ല വരുന്നത്. ഇപ്പോൾ ഈ വീടിൻ്റെ മുമ്പിലായിട്ട് വരുന്ന റോഡാണ്. ഏകദേശം 4 മീറ്ററാണ് ഈ വീടിൻ്റെ ഫ്രണ്ടിലുള്ള റോഡിൻ്റെ വീതി വരുന്നത്. വീടിൻ്റെ എലവേഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ ഒരു കണ്ടംപററി ആൻഡ് ട്രഡീഷണൽ ഡിസൈനാണ് വീടിന് വരുന്നത്. ഒരു ഭാഗത്ത് വലിയ ബാൽക്കണി വരുന്നുണ്ട്. ഒരു ഗോൾഡൻ സ്ട്രിപ്പൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ബാൽക്കണിയുള്ള ഹാൻഡ് റെയിലുകൾ നല്ല ഭംഗിയായിട്ടാണ് നൽകിയിരിക്കുന്നത്. ഒരു ഭാഗത്ത് എ ടൈപ്പ് സ്ട്രക്ചർ കാണാം. അതിന് താഴെയായിട്ട് ഒരു ജനൽ കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റുമായിട്ട് ടെക്സ്ചർ വർക്കുകളാണ് വരുന്നത്. ഭംഗിയുള്ള ഒരു വീട്. ഇവിടെയാണ് വീടിൻ്റെ കോമ്പൗണ്ട് വാൾ വരുന്നത്. അവിടെ ടെക്സ്ചർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. ബോക്സി ടൈപ്പിലാണ് ഈ കോമ്പൗണ്ട് വാൾ വരുന്നത്. ഒരു 4-വേ LED ലൈറ്റുകൾ ഇവിടെ കൊടുത്തിരിക്കുന്നതായി കാണാം. ഇവിടെയാണ് ഗേറ്റ്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് വരുന്നത്. അതുപോലെ തന്നെ ഫോൾഡ് ചെയ്യാവുന്ന ഗേറ്റുമാണ് വരുന്നത്. ഈ ഭാഗത്ത് നമുക്കൊരു പെഡസ്റ്റൽ ഗേറ്റ് കൊടുത്തിട്ടുണ്ട്. ഗേറ്റ് തുറന്നാൽ നമ്മൾ നേരെ വരുന്നത് വീടിൻ്റെ കോമ്പൗണ്ടിലേക്കാണ്. കോമ്പൗണ്ടിലേക്ക് വരുമ്പോൾ ഇൻ്റർലോക്കിംഗ് ബ്രിക്സാണ് ഫ്ലോറിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ സിന്തറ്റിക് ഗ്രാസ് വരാനുണ്ട്. ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സ്പേസാണ് കാർ പോർച്ചിൽ നൽകിയിരിക്കുന്നത്. ചെറിയൊരു വാഹനം നമുക്ക് ഇവിടെയും പാർക്ക് ചെയ്യാവുന്നതാണ്. ഈ വീട് വടക്കോട്ട് ദർശനമായിട്ടാണ് വരുന്നത്. കിണർ വരുന്നത് വടക്ക് കിഴക്കേ മൂലയിൽ തന്നെയാണ്. വീടിൻ്റെ ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസും പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയാണ് വീടിൻ്റെ സിറ്റ് ഔട്ട് വരുന്നത്. നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് വരുന്നത്. 2 സ്റ്റെപ്പുകൾ കൊടുത്തിട്ടുണ്ട്. ഗ്രാനൈറ്റാണ് സിറ്റ് ഔട്ട് നൽകിയിരിക്കുന്നത്. ഇവിടെയാണ് മെയിൻ ഡോർ. നല്ല ഭംഗിയുള്ള ഒരു മെയിൻ ഡോർ. മോഡേൺ ഡിസൈനിൽ തന്നെ കൊടുത്ത മെയിൻ ഡോറാണ്. ഇതിന് ചുറ്റും ബോർഡർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. മഹാഗണി വുഡിലാണ് മെയിൻ ഡോർ. മെയിൻ ഡോർ തുറന്ന ലിവിങ് സ്പേസാണ്. മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്നത് ഈ കാണുന്ന ലിവിങ് സ്പേസിലേക്കാണ്. ഫ്ലോറിൽ വിരിച്ച് നല്ല ഗ്രിപ്പുള്ള മാറ്റ് ഫിനിഷുള്ള ടൈലുകളാണ്. നല്ല ഭംഗിയുള്ള ടൈലുകൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ആ മോഡേൺ ഡിസൈനോട് ചേർന്ന് നിൽക്കത്തക്ക രീതിയിലുള്ള ഈ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് ഇവിടെ വരുന്നത്. ഇതിന് ബോർഡർ വർക്കുകൾ കൊടുത്തിട്ടുണ്ട്. TV യൂണിറ്റ് വരുന്നത് ഇവിടെയാണ്. സെൻട്രൽ ഭാഗത്താണ് TV വെക്കാനുള്ള സ്പേസ്. അവിടെ ഒരു ഇറ്റാലിയൻ മാർബിളിൻ്റെ ഡിസൈൻ കൊടുത്തിട്ടുണ്ട്. ലൂവർ പാറ്റേണുകൾ, PVC ലൂവർ പാറ്റേണുകളാണ് ഈ ഭിത്തിയിൽ മുഴുവനായിട്ട് നൽകിയിരിക്കുന്നത്. 2 ജനലുകളും ഇരുവശത്തായിട്ട് വരുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസും നൽകിയിട്ടുണ്ട്. ഇങ്ങോട്ട് വരുമ്പോൾ ഒരു ആർക്കി ഡ്രൈവ് കാണാം. ഒരു സിമ്പിളായിട്ടുള്ളൊരു ആർക്കി ഡ്രൈവ് തന്നെയാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്കാണ്. വിശാലമായിട്ടുള്ള ഡൈനിങ് സ്പേസ് തന്നെയാണ് ഇവിടെ വരുന്നത്. വലിയ നീളത്തുള്ള ഒരു ഡൈനിങ് ഏരിയ. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഒരു ക്രോക്കറി ഷെൽഫ് ഈ ഭാഗത്ത് വരുന്നുണ്ട്. ഇവിടെ LED ലൈറ്റുകൾ കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. വാഷ് കൗണ്ടർ വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. സ്റ്റെപ്പ് പോകുന്നത് ഡൈനിങ് സ്പേസിൽ നിന്ന് മുകളിലേക്കാണ്. അതിന് താഴെയായിട്ടാണ് വാഷ് കൗണ്ടർ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ സെറയുടെ ഒരു വാഷ് ബേസിൻ നൽകിയിട്ടുണ്ട്. ഒരു മിറർ വരുന്നുണ്ട്. ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെയാണ് ഇൻവെർട്ടറിൻ്റെ പോയിന്റ് വരുന്നത്. ഈ ഭാഗത്ത് വലിയൊരു 3 പാളി ജനലും വരുന്നുണ്ട്. ഫോൾ സീലിംഗ് വർക്കുകൾ വളരെ മിനിമലിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് നൽകിയിരിക്കുന്നത്. പ്രൊഫൈൽ ലൈറ്റിങ്ങും അവിടെ നൽകിയിട്ടുണ്ട്. ഡൈനിങ് സ്പേസിൻ്റെ ഒരു ഭാഗത്തു നിന്നാണ് കിച്ചണിലേക്കുള്ള എൻട്രൻസ് കൊടുത്തിരിക്കുന്നത്. ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൺ. ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് ആണ് വരുന്നത്. ഇവിടെ നമുക്ക് ചെറിയ ചെടികളൊക്കെ വയ്ക്കാവുന്ന, ചെറിയ പ്ലാസ്റ്റിക്കിൻ്റെ ചെടികളൊക്കെ ആവുന്ന രീതിയിലുള്ള ഡിസൈൻ വർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു ഹാങ്ങിങ് ലൈറ്റ് ഇവിടെ കൊടുത്തിരിക്കുന്നു. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണ് കൊടുത്തിരിക്കുന്നത്. കിച്ചൻ്റെ അകത്തേക്ക് വരുമ്പോൾ ഈ ഷേപ്പിലാണ് കൗണ്ടർ ടോപ്പ്. താഴെയും മുകളിലും കബോർഡുകൾ കൊടുത്തിരിക്കുന്നതായി കാണാം. ഈ കൗണ്ടർ ടോപ്പ് ഒരുക്കിയിരിക്കുന്നത് ഗ്രാനൈറ്റിലാണ്. ഇവിടെ ഒരു 3 പാളി കിച്ചൺ വിൻഡോ നൽകിയിട്ടുണ്ട്. ഈ കബോർഡുകളുടെ ഇടയിലെല്ലാം ലൈറ്റുകൾ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആണ്. ഇതാണ് വർക്ക് ഏരിയ. പൂർണ്ണമായും ഷീറ്റിട്ട ഒരു ഏരിയയാണ്. ഇവിടെ പോളികാർബണേറ്റ് ഷീറ്റാണ് നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ലൈറ്റ് അകത്തേക്ക് നല്ല രീതിയിൽ വരുന്നുണ്ട്. ഇവിടെ കൗണ്ടർ ടോപ്പ് ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. വാഷ് ബേസിൻ, കിച്ചണിൽ വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും ഒരു വാഷ് ബേസിൻ കൊടുത്തിട്ടുണ്ട്. 2 ഭാഗത്തേക്കും, വീടിൻ്റെ 2 ഭാഗത്തേക്കും ഇറങ്ങാവുന്ന രീതിയിൽ 2 ഡോറുകളും ക്രമീകരിച്ചിട്ടുണ്ട്. താഴത്തെ നിലയിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് ഈ വീടിന് അവൈലബിൾ ആയിട്ടുള്ളത്. ഇവിടെയാണ് ആ ബെഡ്റൂമിൻ്റെ ഡോർ. നമുക്ക് ആ ബെഡ്റൂമിലേക്ക് പോയാലോ. ഇതാണ് ബെഡ്റൂം. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള നല്ലൊരു ബെഡ്റൂം തന്നെയാണ് നമുക്കിവിടെ അവൈലബിൾ ആകുന്നത്. ഇവിടെ ഒരു 3 പാളി ജനൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ജനൽ സെയിം ടൈപ്പ് ടൈലുകൾ തന്നെയാണ് ഫ്ലോർ നൽകിയിരിക്കുന്നത്. ഇവിടെ വാർഡ്രോബ് വരുന്നുണ്ട്. നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വാർഡ്രോബാണ്. സെൻറ്റർ ഭാഗത്തായിട്ടൊരു മിറർ മാത്രം കൊടുത്തിട്ടുണ്ട്. ഒരുപാട് ഡ്രോയേഴ്സ് ഒക്കെ കൊടുത്തിട്ട് വലിയ ഒരു വാർഡ്രോബാണ്. അതിൻ്റെ കൂടെ നമുക്കൊരു സ്റ്റഡി ടേബിൾ കൂടി അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഫോൾ സീലിംഗ് വർക്കും നല്ല ഭംഗിയിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ബാത്റൂം വരുന്നത് ഇവിടെയാണ്. ബാത്റൂമിൻ്റെ ഡോറ് PVC FRP ഡോറുകളാണ് നൽകിയിരിക്കുന്നത്.
ബാത്റൂം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ്. നീളത്തിലുള്ള ബാത്റൂം. ഒരു ഭാഗത്ത് അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് വരുന്നത്. സെൻട്രൽ ഭാഗത്ത് ഷവർ കൊടുത്തിട്ടുണ്ട്. റോസി ഫിനിഷുള്ള വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ തന്നെ വാഷ് ബേസിന് നൽകിയിരിക്കുന്നു. നല്ല ഭംഗിയുള്ള ഒരു ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകാം. മുകളിലത്തെ നിലയിലേക്ക് പോകുമ്പോൾ അതിൻ്റെ സ്റ്റെയറാണ്. സ്റ്റെയർ ഹാൻഡ് റെയിൽ ഒരുക്കിയിരിക്കുന്ന വുഡിലാണ്. ഇവിടെ വുഡൻ പില്ലറും കൊടുത്തിട്ടുണ്ട്. സ്റ്റെപ്പുകളിൽ ഗ്രാനൈറ്റ് കൊടുത്തിട്ടുണ്ട്. റേസറായി ടൈലാണ് വരുന്നത്. ഇവിടെ കയറി വരുമ്പോൾ നമുക്ക് ഇവിടെ ഒരു പർഗോള കാണാം. ഈ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത്. ചെറിയൊരു ഷാൻലിയർ ഇതിൻ്റെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ഫോൾ സീലിംഗ് വർക്കുകൾ നല്ല ഭംഗിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി നമ്മൾ വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ഏരിയ തന്നെയാണ് അപ്പർ ലിവിങ് ഏരിയ ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്കൊരു സ്റ്റഡി ഏരിയ നൽകിയിരിക്കുന്നുണ്ട്. മുകൾ ഭാഗത്ത് ഷെൽഫ് കൊടുത്തിട്ടുണ്ട്. 2 പേർക്ക് ഇരുന്ന് പഠിക്കാവുന്ന രീതിയിലാണ് ഈ ഏരിയ നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കേണ്ടത് ഈ പോയിന്റിലാണ്. അതിനുള്ള സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡോർ തുറന്നാൽ നമുക്ക് മുകളിലെ ടെറസിലേക്ക് പോകാനുള്ള ഓവണിങ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്ന് നമുക്ക് മുകളിലേക്ക് കയറി പോകാവുന്നതാണ്. അത് GI ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് അത് ചെയ്ത് എടുത്തിരിക്കുന്നത്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. ആ 2 ബെഡ്റൂമുകളിലേക്കുള്ള എൻട്രൻസ് നൽകിയിരിക്കുന്നത്. അപ്പർ ലിവിങ് സ്പേസിൽ നിന്നാണ്. ഇവിടെ ബാൽക്കണിയും നൽകിയിട്ടുണ്ട്. മുകളിലത്തെ നിലയിൽ 2 ബെഡ്റൂമുകളാണുള്ളത്. നമ്മളിനി പോകുന്നത് ഈ ബെഡ്റൂമിലേക്കാണ്. ഈ ബെഡ്റൂമിലേക്ക് വരുമ്പോൾ സ്പേഷ്യസ് ആണ് ബെഡ്റൂം. ഇരുവശത്തും ജനലുകൾ കാണാം. 3 പാളിയുള്ള ജനലാണ് ഈ വശത്ത് വരുന്നത്. വാർഡ്രോബ് വരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. വലിയ വാർഡ്രോബ് തന്നെയാണ്. താഴത്തെ ബെഡ്റൂമിൽ കണ്ട പോലെ തന്നെയുള്ള വാർഡ്രോബ് വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല. ഫോൾ സീലിംഗ് വർക്കും ചെയ്തിട്ടുണ്ട്. ബാത്റൂം ഇവിടെയാണ്. നീളത്തിലുള്ള ഒരു ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. FRP ഡോറാണ് ബാത്റൂമുകൾക്ക് വരുന്നത്. ഗ്രേ കളർ ഫിനിഷിലാണ് വാൾ ടൈലുകൾ നൽകിയിരിക്കുന്നത്. അത് മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകളാണ്. അവസാന ഭാഗത്തായിട്ടാണ് ക്ലോസറ്റ് നൽകിയിരിക്കുന്നത്. സെൻട്രൽ ഭാഗത്ത് ഷവർ വരുന്നുണ്ട്. കയറി വരുമ്പോൾ വാഷ് ബേസിനാണ്. ഇനി നമുക്ക് 3ാമത്തെ ബെഡ്റൂമിലേക്കാണ് പോകേണ്ടത്. ഇനി 3ാമത്തെ ബെഡ്റൂമാണ്. 3ാമത്തെ ബെഡ്റൂമിൻ്റെ ഡോർ വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ്. ഇതാണ് ബെഡ്റൂം. സ്പേഷ്യസ് ആണ് ബെഡ്റൂം. ഇവിടെ വാർഡ്രോബ് ഒരുക്കിയിട്ടുണ്ട്. എല്ലാം ഒരേ പാറ്റേണിൽ തന്നെയാണ് ഈ ബെഡ്റൂമുകൾ ഒരുക്കിയിരിക്കുന്നത്. ഈ ബെഡ്റൂമിൻ്റെ വാർഡ്രോബ് മാത്രം ചെറിയൊരു വ്യത്യാസമുണ്ട്. ഇവിടെയാണ് ബാത്റൂം വരുന്നത്. FRP ഡോർ ഇവിടെ നൽകിയിട്ടുണ്ട്. നീളത്തിൽ തന്നെയാണ് ബാത്റൂം വരുന്നത്. 2 ഡിഫറെൻറ്റ് കളറിലുള്ള വാൾ ടൈലുകളാണ് നൽകിയിരിക്കുന്നത്. മാറ്റ് ഫിനിഷുള്ള വാൾ ടൈലുകൾ. അവസാന ഭാഗത്ത് ക്ലോസറ്റ്, സെൻട്രൽ ഭാഗത്ത് ഷവർ. നേരത്തെ കണ്ട ബാത്റൂം പോലെ തന്നെയുള്ള ബാത്റൂമാണ് നൽകിയിരിക്കുന്നത്. ഇനി നമ്മൾ ബാൽക്കണിയിലേക്കാണ് പോകുന്നത്. നല്ല വിശാലമായിട്ടുള്ള ബാൽക്കണി തന്നെയാണ് ഈ വീടിന് നൽകിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ഇരിക്കാവുന്ന രീതിയിലുള്ളൊരു അറേഞ്ച്മെൻറ്റ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്ത് ഫോൾ സീലിംഗ് വർക്ക് വരുന്നുണ്ട്. PVC ലൂവേഴ്സാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ലൈറ്റുകൾ സിലിണ്ടറിക്കലാണ് വരുന്നത്. ഹാൻഡ് റെയിലുകൾ നൽകിയിരിക്കുന്നത് സ്ക്വയർ ട്യൂബിലാണ്. അതിൻ്റെ സെൻറ്റർ ഭാഗത്തായിട്ട് നമുക്ക് നോക്കിയാൽ അറിയാം നല്ലൊരു ഗോൾഡൻ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. നല്ല പൊക്കത്തിലാണ് ഈ പാരപ്പറ്റി ഒരുക്കിയിരിക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു വീടാണിത്. ഈ വീടിൻ്റെ വില ചോദിക്കുന്നത് 70 ലക്ഷം രൂപയാണ്. നെഗോഷ്യബിളാണ്. കാക്കനാട് ഇൻഫോ പാർക്കിലേക്ക് വരുന്ന ദൂരം വെറും 6 കിലോമീറ്ററാണ്. നമ്മുടെ കളമശ്ശേരി മെഡിക്കൽ കോളേജ് 2.5 കിലോമീറ്ററാണ് ദൂരം വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വിദ്യോദയ സ്കൂളും വളരെ അടുത്ത് തന്നെയായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ വീട് വാങ്ങാനും ഈ വീടിനെക്കുറിച്ച് കൂടുതൽ അറിയാനുമായിട്ട് ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി, നമസ്കാരം.